അല്ല, 3 ചേട്ടന്മാരും കൂടി ഇരുന്ന് 3 പേര് ഇരുന്ന് വീഡിയോ പറയുന്ന കണ്ടല്ലോ എന്നെ പറ്റി നെഗറ്റീവ്. അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് നീക്ക വായിച്ചിരുന്നു. എടാ നാണമില്ലടാ നിനക്ക്. ആ തൊപ്പി വെച്ച് എനിക്കൊന്ന് ഡാനിസത്തിനാന്ന് തോന്നുന്നു. മറ്റോമാരെ രണ്ടിനും എനിക്കറിയത്തില്ല. അറിയാം എൻ്റെ നെഗറ്റീവ് അടിക്കുന്നത്. എടാ നീ ദിവസം ഒരു വീഡിയോ ഇട്ടതിൽ ഡാനി സത്യം എന്നുള്ള പേര് ഞാൻ പറഞ്ഞു. സത്യം പറയാം, ഇപ്പം തന്നെ മനസ്സിലായില്ലേ എനിക്ക് നിൻ്റെയൊക്കെ പേര് പോലും അറിയത്തില്ല. 3 ഇരുന്ന് ബിജു ചേട്ടനോ എന്ത് ചേട്ടനെ ഇവനൊക്കെ ഏതവനാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഇവൻ്റെയൊക്കെ പേര്. പിന്നെ അപ്പൊ അതിനെ റിയാക്ഷൻ ചെയ്തുകൊണ്ട് ഡാനി സത്യ നിന്റെ പേര് ഞാൻ ഇട്ടേനെ സോറി. സബ്സ്ക്രിപ്ഷൻ എടുക്കട്ടെ? എടുത്തോ മോനെ, സബ്സ്ക്രിപ്ഷൻ എടുത്തോ. പൊളിയാ സബ്സ്ക്രിപ്ഷൻ എടുത്തോളോട് ചോദിച്ചാൽ മതി എങ്ങനെയുണ്ടോ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയുക, അല്ലെങ്കിൽ തുടക്കം കുറച്ച് കണ്ടതിന് ശേഷം രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നവർ സപ്പോർട്ട് ചെയ്തു, അതിന് കുഴപ്പമില്ല. പക്ഷേ ആവശ്യമില്ലാത്ത കമൻറ്റുകൾ ഇടാൻ വന്നാൽ അതിനുള്ള റിപ്ലൈ നിങ്ങൾ കിട്ടും, നിങ്ങൾക്കും കിട്ടും. കാര്യം എന്നാന്ന് വെച്ചാൽ വല്ലവർക്കും വേണ്ടി നിങ്ങൾ തെറിവിളി കേൾക്കേണ്ടോ വേണ്ടിയൊന്ന് ആലോചിച്ചതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ഇടുക. രേണുവിനെ എല്ലാവരും കുറ്റം പറയുന്നു, എടുക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇപ്പം ഇങ്ങനത്തെ കമൻറ്റ് കൊണ്ട് ഇപ്പോൾ ഒരു 100 കമൻറ്റ് വന്നാൽ അതിലൊരു 5 കമൻറ്റ് രേണുവിന് സപ്പോർട്ടായിട്ട് വരും. ബാക്കി മൊത്തവും കൂടെ നിന്നവർ പോലും ഞാൻ ഇവരെ ഇഷ്ടമായിരുന്നു, ഇപ്പോൾ ഇവർ കാണിക്കുന്ന രീതിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന കമൻറ്റുകളാണ് വരുന്നത്. രേണുവിനെ ഇതുപോലെ ആരും എടുത്ത് റിയാക്ട് ചെയ്യലായിരുന്നു. രേണു ഓവറായിട്ട് രേണുവിന് ഏറിപ്പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. രേണു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, എന്നെ നിങ്ങൾ നെഗറ്റീവ് പറ, അത് കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ ആസ്വദിക്കുന്നുണ്ട് എന്ന് പുള്ളിക്കാരി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പുള്ളിക്കാരി തന്നെ ഡീസൻ്റ് ആകാൻ വേണ്ടി ഒന്നിച്ച് പറയും, നീയൊക്കെ എന്നെ വിറ്റ് ജീവിക്കുക, നീയൊക്കെ എന്നെ വിറ്റ് പറ എന്നാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും രേണുവിനെ തന്നെ വിറ്റാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്നാന്നുള്ളത് നമുക്ക് വരുന്ന ഈ ഓരോ വീഡിയോസ് കാണുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു 3 റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്ളോഗർമാർ അവരൊരു വീഡിയോ ചെയ്തായിരുന്നു. 3 പേര്. ഇവരെല്ലാം അടുത്തടുത്തൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ചിലപ്പം മനു വിവിയുടെ അടുത്ത് പോയിന്ന് വീഡിയോ ചെയ്യുന്ന കാണാം, അവരുടെ കൂടെ ഒന്നിച്ചിരുന്ന് വീഡിയോ ചെയ്യുന്ന കാണാം. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ അതുലും ഡാനി സത്യനും കൂടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന കാണാം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസിലൂടെ കാണുന്നുണ്ട്. അത് റിയാക്ഷൻ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതുമാണ്. പിന്നെ ഈ ആരെടുത്ത് റിയാക്ട് ചെയ്യുന്നോ ഈ രേണുവിനും ഇവരെ എല്ലാവരെയും അറിയാവുന്നതൊക്കെയാണ്. രേണുവിന് സുധിയുടെ മരിച്ച വർഷം അറിയത്തില്ലേലും, ഇന്നത്തെ ദിവസം ഏതാണെന്ന് അറിയത്തില്ലേലും, ആഴ്ചയിൽ എത്ര ദിവസം ഉണ്ടെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞാലും ഈ റിയാക്ഷൻ വീഡിയോക്കാരെ മറക്കാൻ സാധ്യതയില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ വീഡിയോസും പുള്ളിക്കാർ കാണുന്നുണ്ട്. ഞാനൊന്നും കാണുന്നില്ല, ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആൾ ഇപ്പോൾ കാണിക്കുന്ന ഓരോ കാര്യം പറഞ്ഞേ, ഒരു കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴെങ്കിലും സത്യങ്ങളായിട്ട് പുറത്തോട്ട് വരും എന്നുള്ളത് അത് ദൈവത്തിൻ്റെ ഒരു ഇതാണ്. മനുഷ്യർക്ക് അത് മനസ്സിലാക്കി തരിക തന്നെ ചെയ്യും. കാര്യം എല്ലാവരോടും മനസ്സിലായി. ഞാനിതൊന്നും കാണാറില്ല. ഇത്രയും നാളെ സജന ചേച്ചി അയച്ചു തരുന്നതായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ സജന ചേച്ചിയുടെ പേരങ്ങനെ പറയുന്നത് കേൾക്കുന്നില്ല. ഇപ്പം ഈ ഒരു വീഡിയോസ് ഇവർ 3 പേരും കൂടി ഇരുന്ന് ചെയ്തു. ഇവർ 3 പേരുമാണ് അത്. ഇവർ 3 പേരും കൂടി ഇരുന്ന് ചെയ്തു. ഇവർ 3 പേരോട് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ അനന്തുവിൻ്റെ വീഡിയോയിൽ ഇവർ വന്നിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ കോളിലൂടെയാണ് അവർ വന്നത്. അപ്പോൾ അവർ എല്ലാം കൂടി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനന്തു റിയാക്ട് ചെയ്തത് രേണുവിനെ തന്നെയാണ്. അപ്പം അങ്ങനെ പറഞ്ഞു, ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു, ചുമ്മാ തമാശ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞു എടുത്തു, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. ആ ഒരു വീഡിയോ വന്ന് കഴിയുമ്പോഴത്തേക്ക് അത് തന്നെ ഇവർ 3 പേരോട് തന്നെ ഇരുന്നൊന്ന് ചെയ്തു. ഇവർ അനന്തമില്ല, അത് ഇവർ 3 പേരും കൂടെ. അപ്പോൾ അത് ചെയ്തതാണ് രേണു കണ്ടേക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു മറുപടിയുമായിട്ടാണ് രേണു ആദ്യം വന്നിരിക്കുന്നത്. അതിന് മുമ്പ് ഈ വീഡിയോ കാണുന്നവരെ ഞാൻ കാണിച്ചു തരാവേ. ഈ ഫോട്ടോയിൽ കാണുന്നത് ബാക്കിലിരിക്കുന്ന മനു, പിന്നെ മുടി ഒരിച്ചിരി ചെമ്പ് വെള്ള കളറാക്കി വെച്ചേക്കുന്നത് ബിച്ചു ആണ്, പിന്നെ വിവി. ഇവർ 3 പേരുമാണിത്. അതിൽ രേണുവിന് ബിച്ചുവിൻ്റെ പേരറിയത്തില്ലെന്ന് തോന്നുന്നു. എനിക്കത് മനുവിനെ ഞാൻ തോന്നുന്നു ബിച്ചുവായിട്ട് കണ്ടേക്കുന്നത്. പിന്നെ മറ്റേത് ഡാനി സത്യനാന്ന് പറഞ്ഞത് വിവിനെയാണ് തൊപ്പി വെച്ചിരിക്കുന്നതിന്. അത് പറഞ്ഞു ഇത് അറിയാൻ മേലഴിയൊന്നും ഇല്ല. പിന്നെ പുള്ളിക്ക് പേരൊരു പക്ഷേ ഇവരെയൊന്നും അറിയത്തില്ലായിരിക്കും കേട്ടോ, അതായിരിക്കാൻ സാധ്യത. ആൾക്കാരെയൊക്കെ ഇവർക്ക് അറിയാം, കാര്യം റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതായതുകൊണ്ട് ഇവർക്ക് നല്ലപോലെ അറിയാം ആൾക്കാരെയൊക്കെ. പക്ഷെങ്കിൽ ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന ഒരു പുള്ളിക്കാരിക്ക് ഇവരുടെ പേര് തെറ്റിക്കുന്നതിലൊന്നും അത്ഭുതപ്പെടാനായിട്ടില്ല. അല്ല, 3 ചേട്ടന്മാരും കൂടി ഇരുന്ന് 3 പേര് ഇരുന്ന് വീഡിയോ പറയുന്ന കണ്ടല്ലോ എന്നെ പറ്റി നെഗറ്റീവ്. അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് നീക്ക വായിച്ചിരുന്നു. എടാ നാണമില്ലടാ നിനക്ക്. ആ തൊപ്പി വെച്ച് എനിക്കൊന്ന് ഡാനിസത്തിനാന്ന് തോന്നുന്നു. മറ്റോമാരെ രണ്ടിനും എനിക്കറിയത്തില്ല. അറിയാം എൻ്റെ നെഗറ്റീവ് അടിക്കുന്നത്. എടാ നീയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കടാ, ഞാൻ ഇനി എക്സ്ക്ലൂസീവ് കണ്ടന്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇടും. നീയൊക്കെ ഇനി പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, മനസ്സിലായോ? അത് എൻ്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഇല്ലേ, നിന്നെയൊക്കെ ഞാൻ വെല്ലുവിളിക്കുക. നീയൊക്കെ ഇനി ഇട്ടുകൊണ്ടിരിക്കടാ, ഞാൻ ഇനി എൻ്റെ എക്സ്ക്ലൂസീവ് കണ്ടൻസ് ഇട്ടുകൊണ്ടിരിക്കും. നീയൊക്കെ നിൻ്റെ കാര്യം നോക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്നെക്കൊണ്ട് നിനക്കൊക്കെ എന്തായാലും കഴിക്കുന്നുണ്ടല്ലോ, അപ്പം നീയൊക്കെ ഇട്ടോണ്ട് 3 പേരും കൂടെ കാറിലിരുന്ന് എനിക്കെതിരെ പറയുന്നത്. നീയൊക്കെ ഇരുന്നോണ്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞോണ്ടെങ്കിൽ ഞാനങ്ങ് നിർത്തുമെന്നാണോ വിചാരം? നിർത്തത്തില്ലടാ, ഞാൻ നിർത്തത്തില്ല. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്തു കൊടുക്കും. നീയൊക്കെ ഇല്ലേ, നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ വേറെ വല്ല പെണ്ണുങ്ങളെ ഇങ്ങനെ പറയാൻ നോക്കൂ, നിൻ്റെയൊക്കെ മോന്തക്കുറ്റി അടിച്ച് പൊട്ടിക്കും. എന്നോടായതുകൊണ്ട് നിനക്കൊക്കെ എന്തും പറയാം, മനസ്സിലായോ?
പറഞ്ഞോണ്ടിരിക്കടാ, എനിക്ക് ഗല്ലി വല്ലി, മനസ്സിലായ? ഈ പറയുന്ന കാര്യത്തിൽ 2-3 കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാവേ. ഒന്ന്, നീയൊക്കെ എന്നെ കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് കാണിച്ചു. രേണു ഇപ്പം കഴിക്കുന്നത് എങ്ങനെയും കൂടാണ്. ഓരോ കുടുംബത്തിലേക്ക് ചെല്ലേണ്ട കെട്ടിയവന്മാർ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പൈസയിൽ നിന്ന് ആ പൈസയിൽ നിന്നാണ് ഇവൾക്ക് പെയ്ഡ് ചെയ്ത് ഓരോരുത്തർ കയറി ഇവിടെ തുണി അഴിഞ്ഞാട്ടം കാണുന്നത്, അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പറയാം. ഇപ്പം ഇത്രയും ഞാനിതായിട്ട് ഇവരെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതുകൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവരെ എതിർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെയുള്ള ഇവർ മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ടല്ലോ, ഇവർ കറക്റ്റാണോ? അതുപോലെ തന്നെ കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, നിൻ്റെയൊക്കെ വീഡിയോയ്ക്ക് അവരുടെ വീഡിയോ കഴിഞ്ഞ് നിങ്ങൾ തന്നെ പോയി നോക്ക്. വന്നേക്കുന്ന കമൻറ്റുകൾ കേൾക്കണം, രേണുവിനെ പറഞ്ഞേക്കുന്ന ഭാഷകൾ കേൾക്കണം. എന്നെ പെണ്ണുങ്ങളാണ് കൂടുതലും റിയാക്ട് ചെയ്തേക്കുന്നത്. ഒരു പുള്ളിക്കാരി പറഞ്ഞേക്കുന്നത്, ഞാൻ വിധവയാണ്, എനിക്ക് മക്കൾ ഉണ്ട്, എനിക്ക് ഭർത്താവില്ല, ഞാൻ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നത്, അല്ലാതെ എങ്ങും പോയി തുണി അഴിച്ച് കാണിച്ചല്ല ഞാൻ ജീവിക്കുന്നതെന്ന് അവർ കൊടുത്തേക്കുന്നു. അതുപോലെ പെണ്ണുങ്ങൾ കമൻറ്റ്, അതൊന്നും പുള്ളിക്കാർ കണ്ടില്ലായിരുന്നു. അതിൻ്റെ താഴെ പോയിട്ട് കമൻറ്റ്, ഇത് ആരോ ഒരാൾ ഇവിടെ പറഞ്ഞു കൊടുത്താണ്. അവരുടെ അടി മൊത്തം നെഗറ്റീവ് കമൻറ്റ്. അവിടെ ചേച്ചി നല്ല പറഞ്ഞോളാൻ പറഞ്ഞതാണ്. പക്ഷേ ചേച്ചി പറഞ്ഞ കാര്യത്തിനോട് ഇപ്പോൾ ആൾക്കാർ നല്ലപോലെ റിയാക്ട് ചെയ്യുന്നുണ്ട്. നീയൊക്കെ എനിക്ക് തോന്നിയ പോലെ ഞാൻ കാണിക്കും എന്നും പറയേണ്ട ആ ഉടുപ്പ് തന്നെ ഒന്നും കൂടെ മുടിയൊക്കെ മാറ്റിയിട്ട് കാണിച്ച് ഇവരുടെ എവിടെ കണ്ടാലും നമുക്കൊരു കുഴപ്പമില്ല, ഇവർ കിടന്ന് കാണിക്കട്ടെ. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ കൊച്ചുങ്ങളെ വളർത്താനാണ്, ഞാൻ സുധിച്ചേട്ടന് വേണ്ടിയാണ് എന്നും പറഞ്ഞ് ഇറങ്ങുന്നതുകൊണ്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. പിന്നെ മറ്റു പെണ്ണുങ്ങളുടെ കാര്യം പറയുന്നു. എല്ലാ പെണ്ണുങ്ങളെയും ഇങ്ങനെ തോന്നിയാസങ്ങൾ കാണിച്ച് എൻ്റെ ചാനലിൽ തന്നെ ഞാൻ എത്ര എണ്ണത്തിനെടുത്ത് റിയാക്ട് ചെയ്തേക്കുന്നു, എത്ര പേരെടുത്ത് റിയാക്ട് ചെയ്തേക്കുന്നു. ഇവർ മാത്രമേ ഉള്ളൂ വെളുപ്പിക്കാൻ നടക്കുന്നത്. ഇവർ വിധവയാണ്, ഇവർക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയാണ്, ഇവർ കഷ്ടപ്പെടാൻ വേണ്ടി ഇറങ്ങുന്നതാണ്. ഇടയ്ക്കും പറയുന്നത് കേട്ട് രേണു പിള്ളേരെ വളർത്താൻ വേണ്ടിയല്ലേ കിടന്ന് ഈ കഷ്ടപ്പെടുന്നതെന്ന്. ഇപ്പോൾ ഈ പെയ്ഡ് ഇതും ചെയ്തേക്കുന്ന പിള്ളേരെ വളർത്താനായിട്ടാണോ? പിള്ളേരെ വളർത്താൻ വേണ്ടിയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇവർക്ക് ന്യായമായിട്ട് ഇപ്പോൾ നല്ല വരുമാനം കിട്ടുന്നുണ്ട്. അതാണ് വരുമാനം കിട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് ഇവർക്ക് ഒരു ആക്രാന്തമാണ് പൈസയോട്. അത് പണ്ടും ഇത് തന്നെയായിരുന്നു തോന്നി ഇവർക്ക്. സുധി അത്രയും ഇവർ പറഞ്ഞല്ലോ, സുധിയുടെ കൂടെ ഇവർ ജീവിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരുന്നു, പ്രയാസങ്ങളായിരുന്നെന്ന്. ഫ്ലവേഴ്സിൽ അവർ തന്നെ പറയുന്നു, സുധിക്ക് പനിയാണെങ്കിൽ പോലും സുധി വരൂ, നമുക്ക് ആ പ്രോഗ്രാമിനോട് പങ്കെടുത്താൽ മതി. കാര്യം എന്നു വെച്ചാൽ അങ്ങേർക്ക് ഒരു ശമ്പളം അന്നത്തെ ദിവസം കൊടുക്കാൻ വേണ്ടിയാണ്, ഒന്നും ചെയ്യണ്ട, ചുമ്മാ അവിടെ നിന്ന് ഇരുന്നാൽ മതി എന്നും പറഞ്ഞാണ് അതിൻ്റെ ആൾക്കാർ വിളിച്ചിട്ടിരുന്നത്. അവർ പറഞ്ഞു കേട്ടില്ലേ, ഇത്രയും ശമ്പളങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവർ തന്നെയാണ് ശമ്പളം കൊടുത്തിട്ട് ഒന്നും പുള്ളിക്ക് തികഞ്ഞില്ല എന്ന് പറയുമ്പം അവർക്ക് മനസ്സിലാവും ഗൾഫ് പ്രോഗ്രാമുണ്ട്, സ്റ്റേജ് ഷോ ഉണ്ട്, ഇതിനെല്ലാം പൈസയില്ലേ കിട്ടുന്നത്. എന്നിട്ട് ദാരിദ്ര്യം പട്ടിണിയാണ്. വാടക കൊടുത്തിട്ടില്ലായിരുന്നു അവർ. ആ വാടക മേടിച്ച ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനൊക്കെ ആ ഒരു വാടകയ്ക്കൊക്കെ വീട് കൊടുക്കുന്നത് ഒരു വരുമാനമാകാൻ വേണ്ടിയായിരിക്കും. ചെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് സുധി അടയ്ക്കുന്നിടത്ത് കല്ലറ ചത്ത് കിടപ്പുണ്ട്, അവിടെ പോയി അന്വേഷിച്ചോളാൻ, ഇങ്ങനത്തുള്ള മൈൻഡിലാണ് ഒരു വർത്താനം പറഞ്ഞത്. മനുഷ്യൻ എന്ത് സങ്കടപ്പെട്ടാണ് അതൊക്കെ പറയുന്നിട്ട്. അല്ലെങ്കിൽ ഒരാൾ വരുമ്പോൾ പറയും, ഇപ്പം എന്നെക്കൊണ്ട് നിവൃത്തിയില്ല, ഞാനൊന്ന് പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ, എന്നെക്കൊണ്ട് നിവൃത്തി ഉണ്ടാകുമ്പോൾ ഞാൻ ചേട്ടൻ മുഴുവൻ പൈസ തരാൻ പറ്റിയില്ല, എനിക്ക് കുറച്ചേലും തന്നെ ഞാൻ തിരിച്ച് തരാം എന്നൊരു മര്യാദയോടെ അല്ലേ പറയേണ്ടത്. മര്യാദ എന്ന് പറയുന്നത് ഇവരുടെ കാര്യത്തിൽ പോയിട്ടില്ല. അതിനകത്തിരുന്ന് പറയുന്നവരെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നീയൊക്കെ എന്നെ ഇരുന്ന് അവിടെ നിന്ന് പറയുന്നു. ഇപ്പോൾ രേണുവിൻ്റെ ഒരു ഇത് കാണിക്കാം, കമൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ. കമൻറ്റ് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കമൻറ്റ് രേണുവിന് വന്നിട്ട് രേണു പ്രതികരിച്ച് എങ്ങനെ നിങ്ങൾക്ക് അറിയണോ? രേണുവിന് അതെന്ന് വെച്ചാൽ ആ ഒരു പാട്ട് ഞാൻ കാണിക്കിയത് കഴിഞ്ഞേച്ച് കോപ്പിറൈറ്റ് വരുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കോപ്പിറൈറ്റ് വന്നാൽ ഞാൻ ചിലപ്പോൾ വീഡിയോയിൽ നിന്ന് അത് കട്ട് ചെയ്ത് കളയും. വന്നിട്ടില്ലെങ്കിൽ ഞാൻ ആ വീഡിയോ പാട്ട് അങ്ങനെ തന്നെ ആയിട്ടിടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ രേണു പറയുന്നത് കാണാം. ഒരാൾ കമൻറ്റിൽ വന്നു വെച്ചാൽ നല്ല നല്ല പാട്ടുകൾ എടുത്ത് വെച്ച് അതിൻ്റെ ട്യൂൺ തന്നെ മാറ്റിയാണ് പാടുന്നത്. അതിൻ്റെ ട്യൂൺ അങ്ങനെയൊന്നും അല്ല, വേറെ ട്യൂണൊക്കെ പുള്ളിക്കാരി സ്വന്തമായിട്ടാക്കി അല്ലറി കാറി കൂവി. ഹിന്ദി പാട്ടൊക്കെ കേൾക്കുമ്പോൾ പിന്നെ കുറേയൊക്കെ നമ്മളൊന്നും മൈൻഡ് ചെയ്യത്തില്ല, കാര്യം എന്നേലും ആട്ടെ. പക്ഷെ നമ്മുടെ മലയാളം പാട്ട് എടുത്തിട്ട് ഇങ്ങനെ പുള്ളിക്കാരിക്ക് തോന്നിയ പോലെ ആക്കുമ്പോഴത്തേക്ക് ആൾക്കാരത് പ്രതികരിക്കും. കാര്യം പാട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പാടാൻ കഴിവ് തീരെയില്ലെന്നേ പറയുന്നില്ല, അവർക്കൊണ്ട് കഴിവ്. പക്ഷെ അതിന് ചുമ്മാ അവരങ്ങത് ഓവറാക്കും അങ്ങ് ചെയ്യുന്നത്. അതിനൊരു കമൻറ്റ് വന്നായിരുന്നു. ആ കമൻറ്റിനുള്ള റിപ്ലൈ അവർ കൊടുക്കും, നമുക്കൊന്ന് കാണാം. പുള്ളിക്കാരിയുടെ വീഡിയോയ്ക്ക് തന്നെ വന്ന കമൻറ്റാണ്. എന്നിട്ടാണ് റിയാക്ഷൻ വീഡിയോക്കാരോട് പറഞ്ഞത്, നിൻ്റെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളൊക്കെ നീ നോക്കാനെന്ന്. ആദ്യം സ്വന്തം കമൻറ്റുകൾ നോക്ക്. അതിനുള്ള ഇത് അയക്കാൽ ഇത്രയും തെറികൾ അയക്കാനും വന്ന് ആരും വിളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല റിയാക്ഷൻ വീഡിയോക്കാർ. എടാ നാറി, നീ എന്നെ വിളിച്ച മാ കൂട്ടിയോ? നിന്റെ വീട്ടില് എല്ലാരും ഞാനത് വിളിച്ചേക്കുന്നത്. പോടാ പാട്ടി, ഞാൻ പാടുകൂടാ, വേണേ നീ കേട്ടാ മതി, നീ എന്റെ ലൈവ് ഇരിക്കാതെ പോടാ ചേട്ടൻ. അത് ഇവർ പറയുമ്പം അവിടെ ഇരുന്ന ആൾക്കാർ ചിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഉള്ള മനുഷ്യരെ ഇവരെക്കാ സ്റ്റാൻഡേർഡ് കുറഞ്ഞതുങ്ങളാണല്ലോ. ഒരു
ഉദ്ഘാടനത്തിന് പോയ ഒരു ബാറാണ്. അവിടെ നിന്നാണ് അവർ ഈ വർത്തമാനം പറയുന്നത്. അവിടെ മറ്റു മനുഷ്യർ നിൽപ്പുണ്ട്, ആൾക്കാർ നിൽപ്പുണ്ട്, അവരെല്ലാം മുന്നിൽ നിന്നാണ് ഈ ഒരു റിയാക്ഷൻ ഇവർ ചെയ്തേക്കുന്നത്. ഇതുപോലെ ഇവർക്ക് എന്നാ ക്വാളിറ്റി ഉണ്ടെന്നപ്പോൾ മനസ്സിലായില്ലേ, എന്നാ ക്വാളിറ്റി ഇവർക്കുണ്ട്. ഇനി അതൊരാൾ അങ്ങനെ ഒരു ഇത് വിളിച്ചു, ഇവർക്ക് അല്ലാതെ ഇന്നലൊരു ഇവർ തന്നെ നിൽക്കുന്നിടത്തൊന്നും റിയാക്ഷൻ കൊടുത്താലും വേണ്ടില്ല. അത്രയും ആൾക്കാർ നിൽക്കേ വലിയ മിടുക്കായിട്ടാണ്. ഈ ചിരിക്കുമ്പോൾ പുള്ളിക്കാരുടെ വിചാരം എന്നാണെന്നറിയാമോ, എല്ലാവരും പുള്ളിക്കാരെ സപ്പോർട്ട്, ചിലപ്പോൾ ഇവരെ കളിയാക്കിയായിരിക്കും അവർ ചിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ, 6 വീഡിയോയ്ക്ക് താഴെയാണ് നല്ല നല്ല കമൻറ്റുകൾ വരുന്നതെന്നുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള കമൻറ്റുകൾ വരുന്നപ്പോൾ 6 വീഡിയോയ്ക്ക് താഴെയാണെന്ന് മനസ്സിലായില്ലേ. ഇനി പുള്ളിക്കാരിക്ക് ഈ ഒരു പ്രശ്നം, അപ്പോൾ ഡാനി ഇതിനെതിരെ ഒന്ന് പ്രതികരിച്ചായിരുന്നു കേട്ടോ. ഡാനി വന്നിച്ച് പറഞ്ഞു, ഡാനി സത്യം പറഞ്ഞു അത് ഞാനല്ല എന്നും പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ. പിന്നെ ഈ റിയാക്ഷൻ വീഡിയോക്കാർ ഇത്രയേറെ റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ രേണു, നിങ്ങളെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഇന്ന് ഈ നിമിഷം വരെ ഹനാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഹനാനെ നിങ്ങൾ പരസ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒറ്റ ഒരു വീഡിയോ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടോ? ഹനാൻ്റെ പേര് പറഞ്ഞ് നീ എന്ത് തോന്നിവാസമാടി പറഞ്ഞത്, നീ എവിടെ കണ്ടത്, നീ ചുണയുണ്ടെങ്കിൽ ഒന്ന് കാണിക്കടി അല്ലെങ്കിൽ തെളിയിക്കടി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു സംഭവത്തിന് ഇവർ മുൻകൈ എടുത്തിട്ടില്ല. എന്നാ അങ്ങനെ ചെയ്യാത്തത്? അപ്പം ആർക്കാണ് പേടി? റിയാക്ഷൻ വീഡിയോക്കാർക്കല്ല പേടി, നിങ്ങൾക്കാണ് പേടി. നിങ്ങൾക്ക് എല്ലാവരെയും പേടിയാണ്. നിങ്ങൾ ഈ ഫോണിൻ്റെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് റിയാക്ഷൻകാരെ ചീത്ത വിളിക്കത്തേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് പേടിയുണ്ട്. കാര്യം എന്നതൊക്കെ പുറത്ത് വരും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല. നിങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ കാണിച്ചു വെച്ചേക്കുന്നത്, എല്ലാ കാര്യങ്ങളും അവരുടെ കൈകളിൽ കാണും. ആ ഒരു പേടിയുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഒന്ന് മയത്തിനൊന്ന് നിങ്ങളിത് പറഞ്ഞു പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഹനാനെ പറയാൻ ചെന്നാൽ ഹനാൻ ഹോസ്പിറ്റലിൽ പോയി തെളിവ് സഹിതം കൊണ്ടുവരുമെന്നറിയാം. അതിന് ഹനാൻ പറഞ്ഞ കാര്യം ചോദിക്കും പുള്ളിക്കാർ പറഞ്ഞുകൊണ്ടിരുന്നേനാ പെണ്ണുങ്ങളാണ്, അബോർഷൻ ചെയ്യും, അതൊക്കെ സ്വാഭാവികമാണ്, പെണ്ണാണോ അബോർഷൻ നടന്നിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലാതെ ഹനാൻ എന്ന് പറഞ്ഞൊരു പേര് പറഞ്ഞ് ഒറ്റയൊരു വർത്താനം ഇപ്പം ഈ പറഞ്ഞ പോലെങ്കിലും ഇപ്പം ഈ പറഞ്ഞത് ഇവർ കൂട്ടി ഒരാൾ ചീത്ത വിളിച്ചതിനാണ് ഇവരിപ്പം ഈ ഒരു റിയാക്ട് ചെയ്തത്. അതിനേക്കാളൊക്കെ മോശപ്പെട്ടൊരു കാര്യമാണ് ഹനാൻ പറഞ്ഞത്. ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ മോശം, അതും ഭർത്താവ് മരിച്ചതിന് ശേഷം കാണിച്ചു കൂട്ടിയൊരു കാര്യത്തെപ്പറ്റിയാണ് പറഞ്ഞത്. എൻ്റെ ഭർത്താവ് എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം പുറത്തു വരുന്നത്. അങ്ങനെ വന്നിട്ട് ആ ഒരു വിഷയത്തിൻ്റെ പേര് ഇവരൊരു പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ ഒന്ന് റിയാക്ട് ചെയ്യാനോ ഈ നിമിഷം വരെ ഇവർ മെനക്കെട്ടിട്ടില്ല. എന്നിട്ട് ഇവർ റിയാക്ഷൻ വീഡിയോക്കാരെങ്കിലും പറയുമ്പോഴത്തേക്ക് അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് നാണമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കാണ് നാണമില്ലാത്തത്. നിങ്ങളുടെ തൊലിക്കെട്ടാണ് ഇത്രയും റിയാക്ട് ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ലെന്ന് പറയുമ്പം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഒരു പാട്ട് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞാൽ തന്നെ കേട്ടോ, ചിലപ്പം കോപ്പിറൈറ്റ് വരുവാണെങ്കിൽ ഞാനിത് നിന്ന് കളയത്തേ ഉള്ളൂ. വന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് കാണാം. പിന്നെ എനിക്ക് ഇവർ ഐ ഡി കയറി നോക്കിയാൽ ഈ ഒരു പാട്ട് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് രേണു വന്നിച്ച് ആള് മാറിപ്പോയെന്നും പറഞ്ഞ് പറയുന്നുണ്ട്. ദിവസം ഒരു വീഡിയോ ഇട്ടതിൽ ഡാനി സത്യം എന്നുള്ള പേര് ഞാൻ പറഞ്ഞു. സത്യം പറയാം, ഇപ്പം തന്നെ മനസ്സിലായില്ലേ, എനിക്ക് നിൻ്റെയൊക്കെ പേര് പോലും അറിയത്തില്ല. 3 എണ്ണം ഇരുന്നത് ബിജു ചേട്ടനോ എന്ത് ചേട്ടനോ, ഇവനൊക്കെ ഏതവനാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഇവൻ്റെയൊക്കെ പേര്. പിന്നെ അപ്പം അതിനെ റിയാക്ഷൻ ചെയ്തുകൊണ്ട് ഡാനി സത്യ നിൻ്റെ പേര് ഞാൻ ഇട്ടേന് സോറി. നീ എന്താ എന്നെ വിളിച്ച ശവമെന്ന്? എടാ ഞാൻ ഇപ്പം ശവമായിട്ടില്ല, ഞാൻ എന്തായാലും മരിച്ചു കഴിഞ്ഞ് ശവമാകും. സുധീലയത്തിൽ എന്നെ പൊതുദർശനത്തിന് വെക്കുവാണെങ്കിൽ നിനക്കൊക്കെ പ്രത്യേക അവസരം തരും. നിനക്ക് പിന്നെ എന്നെ ഇട്ട് നീ ഇപ്പം പറഞ്ഞ ബിജു ചേട്ടനോ ഏതവനാണേലും പിന്നെ അവനെ പിന്നെ മറ്റേ കളർ മുടി വെച്ച അവനെയൊന്നും എനിക്കറിയത്തില്ല. ഇവന്മാർക്ക് പ്രത്യേകിച്ച് ക്യൂ ഒന്നും ഉണ്ടാകത്തില്ല. നേരെ വരിക, നെഞ്ചത്ത് 2 റീത്തും ഒരു ബൊക്കയും വെച്ചിട്ട് പോവുക. ഓക്കെ, സെറ്റ്. ആ തലയിൽ കളർ ചെയ്ത ആടെ പേരാണ് ബിച്ചു എന്ന്. പിന്നെ പുള്ളിക്കാരി ഇപ്പോൾ ഈ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. എനിക്ക് വേണ്ടി ഒന്നും പേരറിയത്തില്ല. എന്നത് അറിയാനേ ചേച്ചി സ്വന്തം ഭർത്താവ് മരിച്ച വർഷം പോലും ചേച്ചിക്ക് ഓർമ്മയില്ല. ആ ഓർമ്മയില്ലാത്ത ആള് ഭർത്താവ് മരിച്ച വർഷം ഓർമ്മയില്ല, തിങ്കളാണോ ചൊവ്വയാണോ എന്ന് ഓർമ്മയില്ല, പിന്നെ ആഴ്ചയിൽ എത്ര ദിവസം ഉണ്ടെന്ന് പോലും അറിയാൻ മേലാത്ത നിങ്ങൾക്ക് ഇവരെയൊക്കെ ഓർമ്മയില്ല അല്ലെങ്കിൽ ഇവരെയൊക്കെ അറിയത്തില്ലെന്ന് പറയുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല. കാര്യം എന്നാന്ന് വെച്ചാൽ അവരെന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. റിയാക്ഷൻ വീഡിയോ അവർ ചെയ്യാൻ തുടങ്ങിയ നാൾ മുതൽ അവരെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് മനുഷ്യർക്കൊക്കെ അവരെ അറിയാവുന്നതാണ്. കാര്യം പ്രത്യേകിച്ച് നിങ്ങൾ അവരെ മറക്കാൻ ഒരു കാരണവശാലും സാധ്യതയില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ അതുപോലെ നിങ്ങളെ അവരെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അവർ 3 പേരും റിയാക്ട് ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് അവരെ 3 പേരെ നിങ്ങൾ മറക്കാൻ സാധ്യതയില്ല. പിന്നെ പോട്ടെ, സാരമില്ല. ചേച്ചിക്ക് ഭർത്താവ് മരിച്ച വർഷം പോലും ഓർമ്മയില്ലാത്ത മറ്റുള്ളവരുടെ മീഡിയക്കാരോടാണ് ചോദിക്കുന്നത്. ഇല്ലേ സുധിച്ചേട്ടൻ മരിച്ചത് 2023 എന്നൊക്കെ ചോദിക്കുന്നത് അവരോടാണ്. അവരാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ ജനിച്ച വർഷം
വർഷം പോലും 90-91 കാലഘട്ടങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരി. കാര്യം ജനിച്ച വർഷം പോലും നമുക്ക് ഇപ്പം ജനിച്ച വർഷം നമ്മൾ ഒന്നേ പറയുള്ളൂ. കാര്യം ഒറ്റ പ്രാവശ്യം നമുക്ക് ജനനത്തിൻ്റെ ഒരു ഇത് പറയാൻ പറ്റത്തുള്ളൂ. പുള്ളിക്കാരി ഇല്ല 90-91 കാലഘട്ടങ്ങൾ ജനിച്ച 90 അല്ലെങ്കിൽ 91 ഏതെങ്കിലും ഒരു മാസത്തെ ഏതെങ്കിലും ഒരു ഡേറ്റ് നിങ്ങൾ എടുത്തോ എന്നുള്ളൊരു മൈൻഡിലാണ് പുള്ളിക്കാരി പറയുന്നത്. ആ ഒരു പറയുന്ന ആൾ ഇങ്ങനെയൊക്കെ വന്ന് ഡയലോഗ് അടിച്ചാലേ കുഴപ്പം, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും ഇവന്മാരാരാ ഇത്ര വലിയ ആൾക്കാരാണോ? നിങ്ങൾക്കറിയത്തില്ലായിരിക്കും, പക്ഷെ രേണുവിനെ അവരെ മറക്കാനുള്ള യാതൊരു ചാൻസും ഇല്ല. ഇപ്പം നിങ്ങൾ വരുന്നവർക്ക് ഇവരെ 3 പേരെ അറിയാനായിട്ട് എല്ലാവർക്കും ഒന്നും അറിയണമെന്നുണ്ടായിരിക്കണമെന്നില്ല. പക്ഷേങ്കിൽ രേണു ഇവരെ 3 പേരെയും അറിയത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പച്ചക്കള്ളമാണത്. ഇനി നമുക്ക് വേറൊരാൾ രേണുവിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് കാണാമേ. റീൽസ് തുറക്കുമ്പോൾ കാണുന്നതും ട്രോളുന്നതും അല്ലെങ്കിൽ ബാഡ് കമൻറ്റ്സ് എല്ലാം കാണുന്നത് നമ്മൾ ഈ ഒരു 3 പേരെയാണ്. അപ്പോൾ അതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് രേണു ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ജാസിയുടെയും രേണുവിൻ്റെയും കാര്യമാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഇവർ ദീപ്തി കല്യാണി ഇവരുടെ വീഡിയോ കഴിഞ്ഞ ദിവസം ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തിന് സപ്പോർട്ട് നിൽക്കും. ഇവരൊരു ഊഞ്ഞാലാട്ടം ഉണ്ട്, അത് എൻ്റെ വീഡിയോക്കെതിരെ എനിക്ക് താല്പര്യം. ഒത്തിരി പേര് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇവരൊരു ഊഞ്ഞാലാടുന്നുണ്ട്. എന്നതും ആയിക്കോട്ടെ, ആണ് പെണ്ണത് ആയിക്കോട്ടെ, പെണ്ണാണാകുന്നതോ ആണ് പെണ്ണാകുന്നതോ എന്നതും ആയിക്കോട്ടെ, ആ ഒരു ഊഞ്ഞാലാട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഊഞ്ഞാലാട്ടമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒന്നിച്ച് ഇത് കുലസ്ത്രീകൾ ഇടുന്ന ഡ്രസ്സാണെന്നും പറഞ്ഞുകൊണ്ട് വന്ന് ഡയലോഗ് അടിക്കുന്നതായിട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ കമൻറ്റ് ഇട്ട്, സ്ത്രീകൾ ശരീരം കാണിക്കാതെ വസ്ത്രം ഇടുന്നതിനാണ് ഇവൾമാർ കുലസ്ത്രീകളെന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞത് ഒരു പുരുഷനാണ് കമൻറ്റ് ഇട്ടേക്കുന്നത്. ആ കമൻറ്റ് അദ്ദേഹം വന്നിച്ചാൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. എന്ന് പറഞ്ഞാലേ കുലസ്ത്രീകളെന്ന് പറയുന്ന ഈ ചേച്ചി ഇടുന്ന ഡ്രസ്സുകളും കാര്യങ്ങളുമൊക്കെ ഒന്ന് കാണണം. അതിനകത്ത് ഒരു ഊഞ്ഞാലാടുന്നൊരു സീനുണ്ട്. അത് പിന്നെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ കാണിച്ച് വന്നാലേ വല്ലതും കിട്ടുമുള്ളെന്ന് ഇവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇനി നമുക്ക് രേണു കഴിഞ്ഞ ദിവസം ഒരു ലൈവ് വന്നായിരുന്നു. ഈ ലൈവിനകത്ത് രേണു വന്നിച്ച് പറയുന്നൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇവളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. നിങ്ങൾ നിഷാന വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനലുണ്ട്, നിഷാന വ്ളോഗ്സ്. അവരുടെ ചാനലിൽ കുറേ പേര് കൂടി റിപ്പോർട്ട് അടിച്ച് അവരുടെ കുറേ ചാനലൊക്കെ പോയിട്ട് അവർ വീണ്ടും അടുത്ത ചാനൽ തുടങ്ങി കിടക്കാച്ചും അവർ അത്രയ്ക്ക് തോന്നിവാസങ്ങളാണ് അതിനകത്ത് പെയ്ഡ് വീഡിയോ ചെയ്യുന്നതിനകത്ത് കാണിക്കുന്നത്. പെയ്ഡ് വീഡിയോ ചെയ്യുന്നതിനകത്ത് അവർ അത്രയ്ക്ക് തോന്നിവാസങ്ങളാണ് കാണിക്കുന്നത്. അങ്ങനെ അവരെ കുറേ പേര് ഇത് കളഞ്ഞിച്ചൊരു വീണ്ടും അടുത്ത ചാനൽ തുടങ്ങിക്കണം. അതിനകത്ത് പുള്ളിക്കാരി ഇടയ്ക്ക് യൂട്യൂബിലും അവരുടെ ചാനലിൽ കൂടെ തന്നെയാണ് വന്ന് പറയുന്നത്, ഇൻസ്റ്റയിലൊക്കെ ഒന്നിച്ച് പറയും രാത്രിയിൽ ഇത് ലൈവ് ഉണ്ട്, നിങ്ങൾ വരണം, കാണണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇന്നലത്തെ വീഡിയോ കണ്ടവരൊന്ന് എങ്ങനെയാണെന്നുള്ളത് അറിയാമെന്ന്, നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് മുടക്കുന്ന പൈസയ്ക്ക് ഒരു മുതൽ മുടക്കാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഒന്നിച്ച് എന്നിട്ട് പറയും നിങ്ങൾ കണ്ടിട്ടുള്ളൊരു കമൻറ്റ് ചെയ്യും എന്ന് പറയും. അന്നേരം അവിടെ വെച്ച് ഓരോരുത്തർ കമൻറ്റ് ചെയ്യും, ഇന്നലത്തെ സൂപ്പറായിരുന്നു, ഉറങ്ങിയിട്ടില്ല, കുറേ വൃത്തികെട്ട വാക്കുകളാണ് പിന്നെ പറയുന്നത്. ഇവരത് കമൻറ്റ് വായിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്ത് ഇവരതിനുള്ള റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്ന് പറയുന്നാൽ നമ്മുടെ രേണു അതേ മൂഡിൽ തന്നെ വന്ന് ഒരു ലൈവ് വന്നിട്ടുണ്ട്. ഇതിനകത്തൊരു കൊച്ച് ചെറുക്കൻ പിള്ളേരെങ്ങാണ്ടാന്ന് തോന്നുന്നു ചോദിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടതിന് ശേഷം ബാക്കി പറയാം. ലവ് യു നിരഞ്ജനത്തെ കാപ്പി കുടിക്കോ, കറുത്ത കാപ്പി കുടിക്കോ? ചായല്ല കാപ്പി കുടിക്കോ? സബ്സ്ക്രിപ്ഷൻ എടുക്കട്ടെ? എടുത്തോ മോനെ, സബ്സ്ക്രിപ്ഷൻ എടുത്തോ. സൂപ്പറാ, പൊളിയാ. ചേച്ചി സബ്സ്ക്രിപ്ഷൻ എടുത്തോളോട് ചോദിച്ചാൽ മതി എങ്ങനെ ഉണ്ടോ. കേട്ടോ, നിങ്ങൾ ആ പറഞ്ഞ വർത്തമാനം കേട്ടോ? നിങ്ങൾ പറയുന്ന വിധവ, പിള്ളേരെ വളർത്താൻ പോകുന്ന പാവം പിടിച്ച സ്ത്രീ അതെങ്ങനെയും ജീവിച്ചോട്ടെ, അതിനെ എല്ലാവരും എന്നത്തിനാണ് ഉപദ്രവിക്കുന്നതിന്. ഒരു കൊച്ചു പയ്യനാണ് വന്ന്, ഇവള് വിചാരിക്കുന്നുണ്ടോ ഇവിടെ മകൻ്റെ കൂട്ടുകാരനാരെങ്കിലും ആണെങ്കിലും, അതെങ്കിൽ ഇവളുടെ മകൻ്റെ കൂട്ടുകാരന്മാരാരെങ്കിലും ആണ് ആ ഒരു കമൻറ്റ് ഇട്ടതെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അവളെ പറഞ്ഞ രീതി കേട്ടോ, നിങ്ങൾ പൊളിയാണ് എടുത്തോ എന്ന്. പെയ്ഡ് വീഡിയോയുടെ കാര്യമാണ് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത്. റിയാക്ഷൻ വീഡിയോക്കാർ റിയാക്ട് ചെയ്യുന്നത് ഇതുപോലുള്ള ഓരോരോ കൊച്ചുങ്ങളായിരിക്കും ഇതിലേക്ക് ചെന്ന് ചാടുന്നത്. ഇത് ഇനിയെങ്കിലും നിങ്ങളൊന്ന് സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ വീഡിയോ മുഴുവൻ ചിലപ്പോൾ കാണാതായിരിക്കും ചിലപ്പോൾ പോകുന്നത്. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങളിത് ഒന്ന് മനസ്സിലാക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞായിരിക്കും നാളെ ഇവർക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വെച്ച് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അവൾ വിളിക്കുന്നത്, ബാ മക്കളെ ബാ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട്. ഇവളൊരു പെണ്ണാണോ? ഇവളെയൊക്കെ ഒരു വിധവയെന്ന് പറയാൻ പറ്റുമോ? വിധവകൾ വെള്ള ഉടുത്ത് മുറിയിൽ കയറി പൂട്ടിയിരിക്കണമെന്ന് ആരും പറയുന്നില്ല. ഞങ്ങളുടെ നാട്ടിലുണ്ട് വിധവകൾ, അവർ അന്തസ്സായിട്ട് നല്ല കളറുള്ള സാരി ഉടുത്തും നല്ലപോലെ ഒരുങ്ങിയാണ് അവരവരുടെ ജോലിക്ക് പോകുന്നത്. പക്ഷേ ആ പോകുമ്പോൾ അവരുടെ വയറോ അല്ലെങ്കിൽ മറ്റടോ ഒന്നും കാണിച്ചുകൊണ്ടല്ല അവർ പോകുന്നത്. അവർ ജോലിക്കാണ് പോകുന്നത്, അന്തസ്സായിട്ട് അവരവരുടെ കുഞ്ഞുങ്ങളെ വളർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ കുഞ്ഞുങ്ങൾക്ക് മര്യാദയ്ക്ക് തലയുയർത്തി നടക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാകും ഈ രേണു ആരാന്നല്ല. കൊച്ചിനോട് പറഞ്ഞു കേട്ടോ, ബാ മോനെ
വന്ന് പേടി ചെയ്യാൻ ചെയ്ത് കയറിക്കോ. അതും ആ ഒരു ഇവിടെ പോയേക്കുന്ന ആ ഒരു ചെമ്പരത്തി എന്ന് പറഞ്ഞ ബാറില്ലേ, അതിനകത്തിരുന്നാണ് ഈ ചെയ്യുന്നത്. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവരൊക്കെ കേട്ടോണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ബാറിൻ്റെ ക്വാളിറ്റി, അവിടെ അത് ആ ഇതിന് വന്നവർക്ക് എന്നാ ക്വാളിറ്റി ഉണ്ടെന്ന് നോക്കി ഇവൾ ഇങ്ങനെയൊക്കെ അവിടെ ഇരുന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ ആ ബാറിൽ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരിക്കുമല്ലോ ഇവളത് പറഞ്ഞത്. അവിടെ അത്രയും ദിവസം അവിടെ നിൽക്കുന്നത് ഇവിടെ അഴിഞ്ഞാടുവാണ് അവിടെ കിടന്നത്. ഇവളവിടെ കിടന്ന് അഴിഞ്ഞാടുവോ എന്നെ വേണേലും ചെയ്തോട്ടെ, അതൊന്നും നമുക്ക് വിഷയമല്ല. അവൾ ഇനി തുണി ഒന്നും ഉടുക്കാതെ ബാറി കിടന്ന് ഡാൻസ് കളിച്ചിട്ട് കുഴപ്പമില്ല. പക്ഷേ ഓരോ കൊച്ചുങ്ങളോട് അവൾ ഈ ഒരു കാര്യമാണ് ഞാൻ ഇവളുടെ കാര്യത്തിന് ആദ്യം മുതലേ എതിർത്തത്. രേണു ഇതിനേക്കാൾ കൂടുതൽ തോന്നിയ ഓരോ കുഞ്ഞുങ്ങളെയും ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഇവൾ വിളിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ അവൾ വിളിച്ച് വരുത്തേക്കുവാണ്. റിയാക്ഷൻ വീഡിയോക്കാർ റിയാക്ട് ചെയ്ത് നിന്നെ വിറ്റ് തിന്നുന്നെന്ന് പറഞ്ഞു. അത് ഇതിനേക്കാൾ അന്തസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനേക്കാൾ അന്തസ്സുണ്ട് വല്ല വീട്ടിലെയും കുഞ്ഞുങ്ങളെ വിളിച്ച്, ഒന്നെങ്കിൽ അതിപ്പോൾ അവർ പഠിക്കാൻ പോകുന്നൊരു കൊച്ചാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10-18 വയസ്സുള്ള കൊച്ചാണെങ്കിൽ, എൻ്റെ ജോലി ഇല്ലാത്തൊരു കൊച്ചാണെങ്കിൽ അവൻ്റെ അപ്പൻ്റെ പോക്കറ്റിൽ നിന്നോ അമ്മയുടെ കയ്യിൽ നിന്നോ ആയിരിക്കുമല്ലോ അവനെ പൈസ എടുക്കുന്നത്, ഇല്ലേ? ആ കുടുംബത്തൊന്നും നിനക്ക് നാണമുണ്ടോ ഇങ്ങനെ ജീവിക്കാനായിട്ട്? ഇതിനേക്കാൾ ഭേദം അന്തസ്സുള്ളൊരു പണി ഞാൻ പറയാം. ബോംബെയിലൊക്കെ തെരുവുകളിൽ പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട്, അവിടെ പോയിരുന്നതിനേക്കാൾ അന്തസ്സുണ്ട്. കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, ഓരോരുത്തരും പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. അവിടെയൊക്കെ ആ തെരുവിൽ ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് പിന്നെ ഇതിനേക്കാൾ പച്ചയ്ക്ക് ഞാൻ പറയാം, ശരീരം വിറ്റ് ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ആ പെണ്ണുങ്ങൾക്ക് ഇതിനേക്കാൾ അന്തസ്സുണ്ട്, ഇതിനേക്കാൾ അന്തസ്സുണ്ട്. ഇവൾ ഈ കാണിക്കുന്ന തോന്നിയവസത്തേക്കാൾ അന്തസ്സുണ്ട് ഈ ശരീരം വിറ്റ് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക്. അവർ കുഞ്ഞുങ്ങളെ വളർത്താനൊന്നും എന്നതിലൊക്കെ പറഞ്ഞാൽ നമുക്ക് പിന്നെയും ഇതാക്കാം. പക്ഷേ ഇവക്ക് കുന്തിളിപ്പ് കയറിയിട്ട് ഇവക്ക് സൂക്കേടാണ്. ഞാൻ പറഞ്ഞില്ലേ, കാമം കരഞ്ഞു തീർക്കുമെന്ന് പണ്ടുള്ളവരൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവൾ ഇങ്ങനെ വന്നിരുന്ന് ഇതിലൂടെ അവിടെ കാമം തീർക്കുവാണ്. അവിടെ കാമം തീർക്കാനാണ് അവൾ വന്നേക്കുന്നത്. അത് അവൾ കരഞ്ഞു തീർക്കുവാണ് ഇങ്ങനെ ഇതിലേക്ക് ആണുങ്ങളെ വിളിച്ചു വരുത്തി. എത്ര ഇതായിട്ടാണ് പറയുന്നത്. ഉളുപ്പുണ്ടോ ഇവർക്ക്? ഒരു ഇച്ചിരി ഉളുപ്പുണ്ടോ? നിനക്ക് നാണമുണ്ടോ? ഇവളെ സപ്പോർട്ട് ചെയ്ത് 2 അവൾമാരുണ്ടായിരുന്നല്ലോ, ശ്രീധൂപ്പം ഇല്ല, മറ്റവൾ പിന്നെയും വരുന്നുണ്ടല്ലോ. ഇതിനേക്കാൾ കൂടുതൽ കാണിക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നില്ലേ എന്നും ചോദിച്ചോണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു പുള്ളിക്കാരൻ്റെ വീഡിയോ എടുത്ത് ആ പുള്ളിക്കാരൻ ഇട്ടേക്കുന്നുണ്ടായിരുന്നോ, അയാൾ റിയാക്ട് ചെയ്യുന്നു. പെണ്ണുങ്ങളിപ്പോൾ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും തുറക്കാൻ പറ്റത്തില്ല, പെണ്ണുങ്ങൾ ബ്രസ്റ്റും വയറും കാണിച്ച് ഇങ്ങനെ വൃത്തികേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം കൂട്ടുകാരിയും കൂടെ ഉണ്ടതിൽ, അതറിഞ്ഞില്ലായിരുന്നോ? ആ ചേട്ടൻ പറഞ്ഞ് കറക്റ്റാ. അന്നേരം പറഞ്ഞു വടയും കിടയും കാണിക്കുന്നതിനാണ് കുഴപ്പം. ചേട്ടൻ വയറെന്ന് ഉദ്ദേശിച്ചത് അതാണ്, അല്ലാതെ വേറൊന്നും അല്ല ചേട്ടൻ ഉദ്ദേശിച്ചത്. അത് അതിനേക്കാൾ വലിയൊരു തർജ്ജിമ ചെയ്യത്തില്ല, അത് കേൾക്കണം. വേറെ ഇങ്ങനെ ചെയ്തപ്പോഴാണ് റിയാക്ഷൻ വീഡിയോക്കാർ റിയാക്ട് ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാവരുടെയും വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്, ഞാനെല്ലാവരുടെയും വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് കാണിക്കുന്ന എല്ലാത്തിൻ്റെ എടുത്ത് ഞാൻ കാണുന്നത്. പിന്നെ വല്ലവരുടെ ഐഡിയ കയറി പോയി തപ്പിക്കയറി അവരുടെ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് ചെയ്യാനായിട്ട് എനിക്ക് സൗകര്യമില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ അതെന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല, അത് അവരുടെ ചാനലിനകത്ത് അവരിടുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ മീഡിയക്കാർ മറ്റും എടുത്ത് പുറത്തോട്ടിടട്ടെ, അങ്ങനെ ഇടുവാണെങ്കിൽ അത് റിയാക്ട് ചെയ്തിരിക്കും. അങ്ങനെയുള്ള എല്ലാ വീഡിയോസും ഞാൻ റിയാക്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരാളുടെ ചാനലിനകത്തോട്ട് പോയേച്ച് അവരുടെ അതിനകത്ത് കയറി എടുത്ത് ഇടാനായിട്ട് നിൽക്കാറില്ല. എന്നാണേലും നിങ്ങൾക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കുക. കാര്യം കുറച്ച് പേരും കൂടെ ഉണ്ട് വന്നേച്ച്. എനിക്കിപ്പോൾ വീഡിയോയ്ക്ക് ഒരു 3-4 പേരെങ്ങാനും വന്ന് കിടന്ന് എന്നേലും പറയുന്നേ ഉള്ളൂ. എന്നാലും എൻ്റെ ഒരു വീഡിയോയ്ക്ക് തന്നെ ഒരു മനുഷ്യർ പോലും ഇവർക്ക് സപ്പോർട്ട് പറയാൻ വന്നിട്ടില്ല. മുഴുവൻ ഇവർക്ക് നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. ഏതായാലും ഈ വീഡിയോ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളൊക്കെ റിയാക്ഷൻ ചെയ്യുന്ന എന്നതിനെന്നുള്ളത് മനസ്സിലാക്കാൻ ബോധമുണ്ടെങ്കിൽ മനസ്സിലാക്കും. ഇച്ചിരി ഏതും തലയ്ക്കകത്ത് വെട്ടമുണ്ടെങ്കിൽ, ഇതൊട്ടും വെട്ടമില്ലാത്തൊരു പുള്ളിക്കാരി ഓടി ചാടി ഇവളേക്കെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നൊരു പെണ്ണുപിള്ളിയുണ്ട്, കോമളം. ഇവളേക്കെ ഭ്രാന്താണ് അവർക്ക്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അവരാ വന്ന് പ്രശ്നത്തിന് വന്ന് മറുപടി കൊടുക്കുന്നത്. അവരുടെ വീട്ടിൽ ഇരിക്കുന്നവരെ തന്തയും തള്ളയും വിളിക്കാണ്ട് അവരാണ് നടക്കുന്നത്. ഇനി ഇവർ ആരെങ്കിലും ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല. എൻ്റെ ഇതിൽ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാക്കുക, അവനവൻ്റെ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾ വരുന്നത് ഇവൾക്കിനി നാളെ ഇവളുടെ മകൻ്റെ ഈ റിതപ്പനുണ്ടല്ലോ, റിതപ്പൻ വളർന്നു വരുമ്പോഴത്തേക്ക് ആ കുഞ്ഞിൻ്റെ കൂടെ പഠിക്കുന്നവരെ ഇവൾ ഇതുപോലെ വിളിക്കും. ബാ പെയ്ഡ് ചെയ്യുക, അമ്മ ചേച്ചി കാണിച്ചു തരാം, അല്ലെങ്കിൽ ആൻറ്റി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിക്കും. അന്നേരമാണ് ഇവൾ നാണം കെടാൻ പോകുന്നത്. ആ കൊച്ചു വളർന്നു വരുമ്പോൾ അവസ്ഥയെ നോർത്ത് നോക്കിക്ക്. ഒരു ആഞ്ചിറക്കനല്ലേ എത്രയാണല്ലോ, 4 പേരുടെ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്ക് നിൻ്റെ അമ്മ വണ്ടി ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ കൊച്ചിന് എന്നാ വിലയാണുള്ളത്. ഇതിനേക്കാൾ അന്തസ്സുണ്ട് നീ ഒരു പാത്രം എടുത്ത് പിച്ചി എടുത്ത് നടന്നാൽ. പിന്നെ പിച്ചി എടുത്ത് നടക്കേണ്ട കുഴപ്പമൊന്നുമില്ല, നിനക്ക് നല്ല ആരോഗ്യമുണ്ട്. ആ അവിടെ കിടന്ന് തുള്ളുന്നതിൻ്റെ പകുതി തുള്ളിയാൽ മതിയോ തൊഴിലുറപ്പിന് പോയാൽ. ഇത്രയും തുള്ളുണ്ടല്ലോ. നീ പറഞ്ഞിട്ട് എനിക്ക് തൊഴിലുറപ്പിന് പോകാൻ പറ്റത്തില്ല, എനിക്കുള്ള ആരോഗ്യമില്ലെന്ന്. ഇവിടെ കിടന്ന് വലിഞ്ഞ് കീറി ചാടി മല തലയും കുത്തി കിടന്ന് ഡാൻസ് കളിക്കുന്നതിൻ്റെ പകുതിയുടെ പകുതി മതി. നിന്നേക്കാൾ വയ്യാത്തവരാണ് ഈ തൊഴിലുറപ്പിന് പോകുന്നത്. യൂട്രസ് എടുത്ത് കളഞ്ഞ പെണ്ണുങ്ങൾ, ആരോഗ്യക്കുറവുള്ളത്, വയ്യാത്തവർ, ഷുഗർ, BP ഇതൊക്കെ ഉള്ളവരാണ് ഈ തൊഴിലുറപ്പിന് പോകുന്നത്.
എനിക്ക് തൊഴിലുറപ്പൊന്നും പോയി ജീവിക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞു. ശരിയാണ്, വിയർപ്പിൻ്റെ അസുഖമുണ്ട് ഞങ്ങൾക്ക്. വിയർപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള പണിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയാണ് പറ്റത്തുള്ളൂ. പിന്നെ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം പെണ്ണുങ്ങളല്ലേ. വടയും തുളയൊക്കെ കാണിക്കാൻ നിന്നാൽ ആരാണ്ട് കാണാനുണ്ടോ? അവിടെ കാണാനില്ല. പെണ്ണുങ്ങളാണ്, തൊഴിലുറപ്പിന് പെണ്ണുങ്ങളാണ്. തൂമ്പാ വെച്ച് തലക്കിട്ട് കൊടുക്കും. അങ്ങനെ നിനക്ക് നല്ല കീറ് കിട്ടും. എന്നാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് റിയാക്ട് ചെയ്യണം. ഇവരുടെ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ വിചാരിക്കും കേട്ടോ. ഇവരുടെ വീഡിയോ ചെയ്യേണ്ട, ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ചെയ്യേണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കാം എന്നും പറഞ്ഞിട്ടിരുന്നാലും ഉണ്ടല്ലോ, വേറെ കണ്ടന്റ് ഓരോന്നൊക്കെ ഉണ്ട്, അതെടുക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവരെവിടുന്നേലും എന്നതിലൊക്കെ ഒപ്പിച്ചുകൊണ്ട് വരും. അന്നേരം നമുക്കിത് റിയാക്ട് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. അന്നേരം റിയാക്ട് ചെയ്തു പോകും. എന്നാണല്ലോ മറ്റൊരു വീഡിയോയുടെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.